ആറളം ഗ്രാമപഞ്ചായത്തിലെ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലക്ടർക്ക് നിവേദനം സമർപ്പിച്ച് ആറളം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ സമഗ്ര ജലസംരക്ഷണ ക്യാമ്പയിനായ നീരാളം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. ആറളം ഫാമിൽ എലഫന്റ് ഡ്രൈവ് പുരോഗമിക്കുമ്പോഴും ഫോറസ്റ്റ് അധികൃതരുടെ പ്രയത്നങ്ങൾക്കൊന്നും ഫലം കാണുന്നില്ല. ആനമതിൽ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കലക്ടർക്ക് പ്രശ്നപരിഹാരങ്ങൾക്കുള്ള നിവേദനം കൈമാറിയത്. ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ താമസക്കാർക്ക് കൈവശാവകാശ രേഖ ഇല്ലാത്തതുമൂലം ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് വി ശോഭ പ്രൈം വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നിലവിലിപ്പോൾ ആന ഡ്രൈവ് നടത്തുന്നുണ്ടെങ്കിലും അതത്രത്തോളം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. ആനമതിലിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ അത് സ്പീഡപ്പായി ചെയ്യാൻ വേണ്ടിയിട്ട് കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇങ്ങനെ 10, 17, 18 വർഷങ്ങളായിട്ട് ഷീറ്റ് വലിച്ചു കെട്ടി അവിടെ താമസിക്കുന്നുണ്ട് എങ്കിലും അവർ നിരന്തരമുള്ള അദാലത്തിലും കാര്യങ്ങളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് നാളിതുവരെയായിട്ട് കൈവശരേഖ പ്ലോട്ട് മാറി അവർക്ക് കൈവശരേഖ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് അവർക്ക് പ്ലാസ്റ്റിക് കെട്ടി താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൈവശരേഖ അനുവദിച്ചു കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി കലക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ, ആറളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹിയാനത്ത് സുബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത മാവില, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോർജ് ആലാമ്പള്ളി എന്നിവർ ചേർന്നാണ് നിവേദനം കൈമാറിയത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.